നമസ്കാരം കൂട്ടുകാരെ, ഡ്രീം ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഡിസംബർ 16 നടന്ന റെയിൽവേയുടെ മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലെ ഓൺലൈൻ എക്സാമിലെ GK ക്വസ്റ്റ്യൻസ് ആണ്. ഈ വരുന്ന RRBയുടെ NTPC അതുപോലെ തന്നെ ഗ്രൂപ്പ് D പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറെ പ്രയോജനമാകും വിധമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പല ഷിഫ്റ്റിലും വന്നിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച ഫാക്ട്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോകാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം കൂട്ടുകാരെ. ആദ്യ ക്വസ്റ്റ്യൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുനിൽ അറോറയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 23ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് രൂപീകൃതമായത്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. എന്നാണ്? 1950 ജനുവരി 25 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. 2011 മുതൽ നമ്മുടെ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട്. ഇപ്പോഴും ആചരിച്ചു വരുന്നതാണ്. എന്നാണ് നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ? ജനുവരി 25. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായും പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് പല എക്സാമിനും ചോദിക്കാറുണ്ട്, അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം ഓർ 65 years ആണ് ഇവരുടെ കാലാവധി. അപ്പോൾ പഠിച്ചു വയ്ക്കുക. 6 വർഷം അതല്ലെങ്കിൽ 65 വയസ്സാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. അതുപോലെ തന്നെ ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ആർട്ടിക്കിൾ 324. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത് ജനുവരി 25. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്? 1950 ജനുവരി 25. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. PM ഓഫ് വിച്ച് കൺട്രി റിസൈൻ വിത്ത് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓൺ 15th ജനുവരി 2020? 2020 ജനുവരി 15 ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്? ഉത്തരം റഷ്യയാണ്. റഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡിമിത്രി മെഡ്വെഡേവാണ് ഈ സ്ഥാനത്തു നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചത്. അതിനെ തുടർന്ന് 2020 ജനുവരി 16 പുതിയ പ്രസിഡന്റ് വന്നു. പുതിയ പ്രധാനമന്ത്രി വന്നു. പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് മിഖായിൽ മിഷൂസ്റ്റിൻ എന്നാണ്. മിഖായിൽ മിഷൂസ്റ്റിനാണ് പുതിയ പ്രധാനമന്ത്രി. ആരാണ്? മിഖായിൽ മിഷൂസ്റ്റിനാണ് പുതിയ പ്രധാനമന്ത്രി. ആരാണ് കൂട്ടുകാരെ? മിഖായിൽ മിഷൂസ്റ്റിനാണ് പുതിയ പ്രധാനമന്ത്രി. മിഖായിൽ മിഷൂസ്റ്റിൻ. ഓക്കെ, നമുക്ക് റഷ്യയിലെ പ്രധാനമന്ത്രി മിഖായിൽ മിഷൂസ്റ്റിൻ. പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിനാണ് അവിടുത്തെ പ്രസിഡന്റ്. ആരാണ്? വ്ളാഡിമിർ പുടിനാണ് റഷ്യയിലെ റഷ്യയിലെ പ്രസിഡന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സാമ്പാർ ലേക്ക് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? രാജസ്ഥാനിലെ ലേക്കാണ് സാമ്പാർ ലേക്ക്. ലേക്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ലേക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഈ ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു കാശ്മീരിലുള്ള വൂളാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും ജമ്മു കാശ്മീരിലുള്ള വൂളാറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം. ഒഡീഷയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ്, അതാണ് നമ്മുടെ സാമ്പാർ ലേക്ക്. ഏതാണ്? സാമ്പാർ ലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് രാജസ്ഥാനിലെ സാമ്പാർ ലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ
ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാണ്? സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത്. അത് ചോലാമു ആണ്. ചോലാമു ഏതാണ്? ചോലാമു. നമുക്കിനി വേറെ ലേക്കുകളെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെ സംസ്ഥാനത്ത് പഠിക്കാം. നമുക്ക് ആദ്യം തന്നെ പുഷ്കർ ലേക്ക്. പുഷ്കർ ലേക്ക് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് പുഷ്കർ ലേക്ക്. ദുംബൂർ ലേക്ക് എവിടെയാണ്? ദുംബൂർ ലേക്ക് ത്രിപുരയിലാണ് ദുംബൂർ ലേക്ക്. ഈ ത്രിപുരയിലുള്ള ഈ ദുംബൂർ ലേക്കിന് ഒരു പ്രത്യേകതയുണ്ട്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരദ്വീപ് സ്ഥിതി ചെയ്യുന്ന ലേക്ക് ഏതാണ്? കേരദ്വീപ് സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ദുംബൂർ ലേക്ക്, ത്രിപുര. രേണുക ലേക്ക് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. രേണുക ലേക്ക് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ ഉസ്മാൻ സാഗർ, നിസാം സാഗർ എന്നീ ലേക്കുകളൊക്കെ എവിടെയാണ്? തെലങ്കാനയിലാണ്. ഉസ്മാൻ സാഗർ, നിസാം സാഗർ ലേക്കുകളൊക്കെ തെലങ്കാനയിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് ലേക്കുള്ളൂ. അതാണ് ഇന്ത്യയിൽ ലോക്താക് ലേക്ക്. എവിടെയാണ് ലോക്താക് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് ലോക്താക് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏക ഫ്ലോട്ടിംഗ് ലേക്കാണ് ലോക്താക് ലേക്ക്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ ലോണാർ ലേക്ക് എവിടെയാണ്? ലോണാർ ലേക്ക് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. രൂപ്കുണ്ട് ലേക്ക് എവിടെയാണ്? രൂപ്കുണ്ട് ലേക്ക് ഉത്തരാഖണ്ഡിൽ. ഓക്കെ, ലേക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. തീർച്ചയായും പഠിച്ചു വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് സ്റ്റേറ്റ്സ് ഡാൻസ് ഫോം ഈസ് മോഹിനിയാട്ടം? മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തെ പ്രധാന ഡാൻസ് ഫോമാണ്? ഉത്തരം കേരളമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകളിൽ ഒന്നാണ് മോഹിനിയാട്ടം. നമുക്ക് കേരളത്തിലെ ഇന്ത്യയിൽ ആകെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട്. ഈ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഈ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ മോഹിനിയാട്ടം. അതുകൊണ്ട് തന്നെയാണ് അത് ചോദിക്കാൻ സാധ്യതയും ചോദിച്ചതും. അപ്പോൾ ബാക്കിയുള്ള 7 ഡാൻസ് ഫോമുകളൊക്കെ നമുക്ക് എവിടെയാണെന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം കൂട്ടുകാരെ. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ഡാൻസ് ഫോമിനും കൂടി ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്. അത് കഥകളിയാണ്. കഥകളിക്കും മോഹിനിയാട്ടത്തിനും കൂടി ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നൃത്തരൂപമാണ്, തമിഴ്നാട്ടിലെ ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യയിലെ തന്നെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഈ ഭരതനാട്യം തമിഴ്നാട്ടിലെ ഫേമസ് ഡാൻസ് ഫോമാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു ഡാൻസ് ഫോമുണ്ട്. അതേതാണ്? കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും കുച്ചിപ്പുടി. അതുപോലെ തന്നെ ഒഡിയയിൽ നിന്നും ഒഡീസി നൃത്തരൂപമുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് കഥക്കുണ്ട്. അതുപോലെ തന്നെ അസാമിൽ നിന്ന് സാത്രിയ, മണിപ്പൂരിൽ നിന്നും മണിപ്പൂരി. ഇങ്ങനെ 8 നൃത്തരൂപങ്ങൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി പഠിച്ചു വയ്ക്കാം. മോഹിനിയാട്ടവും കഥകളിയും കേരളത്തിൽ നിന്ന്, ഭരതനാട്യം തമിഴ്നാട്ടിൽ നിന്ന്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഒഡീസി ഒഡിയയിൽ നിന്ന്, സാത്രിയ അസാമിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന്, കഥക്ക് യുപിയിൽ നിന്ന്. ഇങ്ങനെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ്. ഇതെല്ലാം നമ്മൾ തീർച്ചയായും പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഈ 8 നൃത്തരൂപങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണെന്ന് തീർച്ചയായും പരീക്ഷയിൽ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ. എഡ്യൂക്കേഷൻ ലിസ്റ്റ് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? എഡ്യൂക്കേഷൻ നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് കൂട്ടുകാരെ. കൺകറൻറ്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിസ്റ്റുകളെക്കുറിച്ചൊക്കെ ഭരണഘടനയിൽ ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റുകൾ പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിക്കാറുണ്ട് കൂട്ടുകാരെ. അത് ഏതാണെന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. ലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൽ എടുക്കുക. അത് തലതിരിച്ചിട്ടാൽ എന്താണ് വരുന്നത്? 7. 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 7ാമത്തെ ഷെഡ്യൂൾ അതല്ലെങ്കിൽ 7ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മറന്നു പോകരുത്. പല എക്സാമിനും പലർക്കും തെറ്റ് വരാറുള്ള ഒരു ചോദ്യമാണിത്.
അതിന് എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൽ തലതിരിച്ചിടുക, അപ്പോൾ 7 ഇന്ത്യൻ ഭരണഘടനയിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ലിസ്റ്റ് ഏതൊക്കെ തരത്തിലുണ്ട്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയുണ്ട്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഈ 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്രാമത്തെ ആർട്ടിക്കിളാണ്? 246ാമത്തെ ആർട്ടിക്കിളിലാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഏതൊക്കെ ലിസ്റ്റുകളുണ്ട്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ കൂട്ടുകാരെ, വ്യക്തമായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫോറിനർ ടു റിസീവ് ഭാരതരത്ന. ഭാരതരത്ന നേടിയ ആദ്യ വിദേശി ആരാണ്? ഇന്ത്യയിലെ തന്നെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗാഫറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഷിഫ്റ്റിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട വീഡിയോയിലുണ്ടായിരുന്നു ഈ ചോദ്യമല്ല ഖാൻ അബ്ദുൽ ഗാഫറിനെ കുറിച്ച്. എന്തായിരുന്നു ആ ചോദ്യം? ഇന്ത്യയിലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അത് കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റിലും വരുന്നുണ്ട്. നമുക്ക് ഖാൻ അബ്ദുൽ ഗാഫറിനെ കുറിച്ച് കഴിഞ്ഞ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയിലെ തന്നെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന. അതുപോലെ തന്നെ ഈ ഭാരതരത്ന എന്നാണ് കൊടുത്തു തുടങ്ങിയത് നിങ്ങൾക്കറിയാമോ? 1954 മുതലാണ് ഭാരതരത്ന കൊടുത്തു തുടങ്ങിയത്. ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയത് ആർക്കാണ്? ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയത് സി രാജഗോപാലാചാരിക്കാണ് ഭാരതരത്ന ലഭിച്ചത്. ആർക്കാണ് കിട്ടിയത്? സി രാജഗോപാലാചാരിക്കാണ് ആദ്യമായിട്ട് ഭാരതരത്ന കിട്ടിയത്. അന്ന് 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നോബൽ സമ്മാന ജേതാവായ CV രാമൻ. ഈ 3 പേർക്കാണ് 1954 ഭാരതരത്ന ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം 2019 ഭാരതരത്ന ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് തീർച്ചയായും പഠിച്ചു വയ്ക്കണം. കാരണം ഇനി വരുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 2019 ഭാരതരത്ന നേടിയത് ആർക്കൊക്കെയാണ്. അത് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. 2019 ഭാരതരത്ന ലഭിച്ചത് പ്രണബ് മുഖർജി. ഇന്ത്യയിൽ ഭാരതരത്ന ലഭിക്കുന്ന 6ാമത്തെ പ്രസിഡൻ്റാണ് പ്രണബ് മുഖർജി. ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന പ്രണബ് മുഖർജിക്കാണ് അന്ന് കിട്ടിയത്. പ്രണബ് മുഖർജി. 2ാമത്തെ വ്യക്തിയാണ് നാനാജി ദേശ്മുഖ്. നാനാജി ദേശ്മുഖ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനാണ്. എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനാണ് നാനാജി ദേശ്മുഖ്. നാനാജി ദേശ്മുഖിൻ്റെ മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. നാനാജി ദേശ്മുഖിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയുണ്ട്. അസമിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരികയ്ക്കാണ് 3ാമത് ഭാരതരത്ന ലഭിച്ചത്. ആർക്കാണ്? ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക എന്ന് പറയപ്പെടുന്നത് അസമിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞനാണ്. അസമിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞനായ ഭൂപൻ ഹസാരികയ്ക്കാണ് 2019 ഭാരതരത്ന ലഭിച്ചത്. ആർക്കൊക്കെയാണ് കിട്ടിയത്? പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. ഈ 3 പേരുകൾ ഒരിക്കലും മറന്നു പോകരുത് കൂട്ടുകാരെ. കാരണം തീർച്ചയായും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഷിഫ്റ്റിൽ ഇത് വന്നിട്ടുണ്ട്. ഭാരതരത്ന ലഭിച്ചിട്ട് 2019 ഭാരതരത്ന ലഭിക്കാത്തവർ ആരൊക്കെയെന്ന് ക്വസ്റ്റ്യൻ വരും. അതിൽ ഈ 3 ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ലഭിക്കാത്ത ഒരാളും കൂടി ഉണ്ടാകും. അങ്ങനെ ക്വസ്റ്റ്യൻസ് റെയിൽവേ ഇടാറുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിത്ത് ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ ഐ ഡിസീസ് ഒക്വേഴ്സ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത്? ഉത്തരം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ്ണ് അസുഖങ്ങൾ. നമുക്ക് ഒരു ചെറിയൊരു കോഡ് പഠിച്ചു വയ്ക്കാം. ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി രോഗങ്ങൾ പഠിച്ചു വയ്ക്കാൻ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിങ്ങനെ എഴുതാം: ABCD
ഡി. അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. എൻ ബി എസ് ആർ, എൻ ബി എസ് ആർ, എ ബി സി ഡി എൻ ബി എസ് ആർ, എ ബി സി ഡി എൻ ബി എസ് ആർ, എ ബി സി ഡി എൻ ബി എസ് ആർ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത, അതല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏതാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ തന്നെ വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എസ് എന്ന് പറയുന്നത് സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ്. ആർ ഫോർ റിക്കറ്റ്സ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക എ ബി സി ഡി എൻ ബി എസ് ആർ, എ ബി സി ഡി എൻ ബി എസ് ആർ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. കാരണം പല എക്സാമുകൾക്ക് ഈ ചെറിയ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് വിലപ്പെട്ട മാർക്ക് നേടാൻ സാധിക്കും. വിലപ്പെട്ട ഒരു മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. എ ബി സി ഡി എൻ ബി എസ് ആർ. എ ഫോർ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിക്ക് മൂലം നൈറ്റ് ബ്ലൈൻഡ്നെസ് നിശാന്തത, ബി ബെറി, സി സ്കർവി, ആർ ഫോർ റിക്കറ്റ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫൗണ്ടഡ് ഇൻ, ഏത് വർഷമാണ് ഖിലാഫത്ത് കമ്മിറ്റി ഫൗണ്ട് ചെയ്തത്? 1919 ഖിലാഫത്ത് കമ്മിറ്റി രൂപീകൃതമായത്. ആരായിരുന്നു അന്നത്തെ സ്ഥാപകർ? അലി സഹോദരന്മാരാണ്. മുഹമ്മദ് അലിയും അതുപോലെ തന്നെ ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായത്. അവരാണ് ഇതിൻ്റെ സ്ഥാപകർ. അതുപോലെ തന്നെ വ്യക്തമായില്ലേ നിങ്ങൾക്ക്? 1919 അലി സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദും ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് 1919. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം നമുക്ക്. ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ ആരാണ് കണ്ടെത്തിയത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. നമ്മുടെ ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇവ ആരൊക്കെയാണ് കണ്ടെത്തിയതെന്ന് ചോദിക്കാറുണ്ട്. അതിന് നമുക്ക് ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. പെൻ ആർ ടി സി. പി ഫോർ പ്രോട്ടോൺ, ഇ ഫോർ ഇലക്ട്രോൺ, എൻ ഫോർ ന്യൂട്രോൺ. അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്നതാണ് ആർ എന്ന് പറഞ്ഞാൽ റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ചതാണ് റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഈ ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഈ 3 കാര്യം പഠിച്ചു വയ്ക്കുക. പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഈ ചെറിയ കോഡ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്ക് ഉറപ്പാണ്. വ്യക്തമായെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. റാങ്കിങ് ഓഫ് ഇന്ത്യ ഇൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020. 2020 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്? 84ാമത്തെ റാങ്കാണ് കൂട്ടുകാരി. 84ാമത്തെ റാങ്കാണ് പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് WWW എന്നതിൻ്റെ ഫൗണ്ടർ ആരാണ്? ടീം ബെർണേഴ്സ്ലിയാണ് WWEൻ്റെ ഫൗണ്ടർ. നമുക്ക് എന്തായാലും ഈ സംഭവം പഠിച്ചു വയ്ക്കാം. വേറൊരു സംഭവം പഠിക്കാം. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പുള്ളിക്കാരൻ മരിച്ചു. നമ്മുടെ കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടുപിടിച്ചില്ലേ? കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടുപിടിച്ചത് ആരാണ്? കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടുപിടിച്ച ഫെർണാണ്ടോ കോർബാട്ടോ. ഈ ഫെർണാണ്ടോ കോർബാട്ടോയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ മരിച്ചുപോയി. അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കണ്ടെത്തിയ വ്യക്തിയാണ്. ആരാണ്? കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിക്കാൻ തീർച്ചയായും സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കാരണം അദ്ദേഹം ഈ അടുത്ത് മരിച്ച കാരണം തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായും വരുന്നതാണ്. ആരാണ് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത്?
ഫെർണാണ്ടോ കൊർബാട്ടോയാണ് കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടുപിടിച്ച വ്യക്തി. തീർച്ചയായും ഇത് പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി വരുന്ന NTPCക്ക് തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് പ്രീച്ചിങ് ഓഫ് മഹാത്മാ ബുദ്ധ. ബുദ്ധൻ്റെ ആദ്യ മതപ്രസംഗം എവിടെ വെച്ചായിരുന്നു? ബുദ്ധൻ്റെ ആദ്യ മതപ്രസംഗം സാരാനാഥിൽ വെച്ചായിരുന്നു. എവിടെ വെച്ചായിരുന്നു? സാരാനാഥിൽ വെച്ചായിരുന്നു ബുദ്ധൻ്റെ ആദ്യ മതപ്രഭാഷണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഗാഹിർമാത മറൈൻ സാങ്ച്വറി എവിടെയാണ്? ഗാഹിർമാത മറൈൻ സാങ്ച്വറി ഒഡീഷയിലാണ്. ഈ ഗാഹിർമാത മറൈൻ സാങ്ച്വറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കാണപ്പെടുന്ന ഒരു തരം കടലാമകളുണ്ട്. അതായത് ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകൾ കുറേ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ മറൈൻ സാങ്ച്വറിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗാഹിർമാത മറൈൻ സാങ്ച്വറി എവിടെയാണ്? ഒഡീഷയിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് മൗര്യൻ റൂളർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബൃഹദ്രഥനാണ് ലാസ്റ്റ് മൗര്യൻ റൂളർ. മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ റൂളർ ആരാണ്? ബൃഹദ്രഥനാണ് മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവ്. അങ്ങനെയാണെങ്കിൽ ആരാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യ രാജാവ്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഞാനിവിടെ എഴുതാം. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യ ചക്രവർത്തി. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് മുഗൾ എംപറർ കെപ്റ്റ് ഹിസ് വൈഫ് ഇൻ റംഗൂൺ പ്രിസൺ. ഏത് മുഗൾ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ റംഗൂൺ ജയിലിലാക്കിയതാണ് ചോദ്യം. ബഹദൂർ ഷാ സഫറിൻ്റെ വൈഫിനെയാണ് റംഗൂൺ ജയിലിലാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ സഫറാണ് ഇന്ത്യയിലെ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. ആരാണ്? ബഹദൂർ ഷാ സഫറാണ് ഇന്ത്യയിലെ അവസാനത്തെ ഭരണാധികാരി. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലാർജസ്റ്റ് വിൻഡ് ഫാം ഇൻ ഇന്ത്യ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമുക്കിനി ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. കാരണം മുൻപ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ആയതിനാൽ എല്ലാവരും പഠിച്ചു വയ്ക്കണം. ഇതിനോടനുബന്ധിച്ച ഫാക്ട്സ് ഞാൻ മിക്ക ക്വസ്റ്റ്യൻസിൻ്റെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കുമായി എത്തിക്കുക. NTPC അതുപോലെ തന്നെ ഗ്രൂപ്പ് D പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന, അതുപോലെ തന്നെ കേരള PSCക്കായാലും തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ക്വസ്റ്റ്യൻസ് എത്തിക്കുക. കാരണം ഈ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും പഠിച്ചു വയ്ക്കുക, തീർച്ചയായും പഠിച്ചു വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ. താങ്ക് യു.